ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിലെ ടെക്സാസിൽ നിയമങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഗ്രാമം. പോലീസുകാർക്കൊന്നും അവിടെ വലിയ റോളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആ ഗ്രാമത്തെ വിറപ്പിച്ചിരുന്ന ഒരു കള്ളനുണ്ടായിരുന്നു. അവന്റെ പേര് തന്നെ കുറച്ചധികം വ്യത്യസ്തമാണ്, കട്ട് ത്രോട്ട് ബിൽ. അത്രയും ക്രൂരനാണ് അവൻ. അതുകൊണ്ടാണ് ആ കൊള്ളക്കാരന് അങ്ങനെ ഒരു പേര് വന്നത് തന്നെ. ഇവന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ പോകുന്ന ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ കൊന്നുകളയുക, സാധനങ്ങളും വീടും എല്ലാം നശിപ്പിച്ച് കളയുക, ഇളം പ്രായമുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക. എന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ മറ്റൊരു രഹസ്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കഥയിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കൊള്ളക്കാരനെ പിടിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നത് ഭയങ്കര ഘടാഘണിയനായിട്ടുള്ള മസിൽ പവറുള്ള ഒരാളൊന്നുമല്ല. കുള്ളൻ എന്ന് പലരും വിളിച്ച് കളിയാക്കിയ ഒരു പൊക്കമില്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ആ കൊള്ളക്കാരനെ പിടിക്കാനായിട്ട് മഞ്ഞ് മൂടിയ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്നാ പിന്നെ തണുത്തുറഞ്ഞ ഒരു പ്രദേശത്തിലെ ആ കഥ അത് കേൾക്കാൻ തുടങ്ങിയല്ലേ, പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മരണം എല്ലായിടത്തും കാത്തിരിക്കുന്നു. ചിലർ അതിന് നേരെ ഓടിപ്പോകും, മറ്റു ചില ആളുകൾ അത് കാണുമ്പോൾ പിന്തിരിഞ്ഞോടും. എന്നാൽ വ്യത്യസ്തരായിട്ടുള്ള മൂന്നാമതൊരു കൂട്ടം ആൾക്കാരുണ്ട്. എന്താണ് ഭയം എന്ന് പോലും അറിയാത്ത ആ മനുഷ്യർ മരണത്തെ തന്നെ തോൽപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങും. മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട തണുപ്പ് കുറച്ചധികമുള്ള ടെക്സാസ് എന്ന സ്ഥലത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ നാട്ടിലെ നിയമങ്ങളൊക്കെ അത് പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ നാട്ടിലെ ഒരു ചെറിയ ഫാമിലിയെ കാണിക്കുകയാണ്. ഒരു ഫാം ഹൗസ്. അവിടെ ഒരു 4 പേര് താമസിക്കുന്നുണ്ട്. ജാക്ക്, അതുപോലെ തന്നെ അനിയത്തിയായിട്ടുള്ള ലോല, അവരുടെ അച്ഛനും അമ്മയും. ലോല ഇപ്പോ 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഉണ്ടാകുന്ന ഒരു പുഷ്പം പറിക്കാനായിട്ട് കുറച്ച് ദൂരെയുള്ള ഒരു മലയിലേക്ക് പോകുക. തിരിച്ചു വരുന്ന സമയത്ത് ജാക്ക് ഭയങ്കര വിഷമത്തിലാണ്. കാരണം അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു വിഷമം. അവരെ സമാധാനിപ്പിക്കാനായിട്ട് അവരുടെ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വന്നു. മാത്രമല്ല 2 പിള്ളേർക്കും, അതായത് ജാക്കിനും ലൂലയ്ക്കും ഇനി മുതൽ ഈ ഒരു നാട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ശേഷക്രിയകളെല്ലാം ചെയ്ത് അവരുടെ ദേഹവും അവർ താമസിച്ച ആ ഒരു പഴയ വീടും ഇത് മുഴുവനായിട്ടും തീ കൊടുത്ത് കത്തിച്ച് ആ നാട് വിട്ട് അവർ പോവുകയാണ് അവരുടെ അപ്പൂപ്പന്റെ നാട്ടിലേക്ക്. ഇതിനുശേഷം ആ നാട്ടിലെ എല്ലാ ആൾക്കാരും ഭയക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണിക്കുകയാണ്. അവരുടെ ലീഡറാണ് കട്ട് ത്രോട്ട് ബിൽ, അതിക്രൂരനായിട്ടുള്ള ഒരു കൊള്ളക്കാരൻ. ആ കൊള്ളക്കാരനും അയാളുടെ സംഘവും കൂടെ ഇപ്പൊ ഒരു ബാങ്കിലേക്ക് കവർച്ച നടത്താൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ അവിടെ ആരുമില്ല. ഇവന്മാരെ പേടിച്ച് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ സ്ഥലം വിട്ടിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ ജാക്കിനെയും ലോലയും കാണിക്കുകയാണ്. അപ്പൂപ്പന്റെ കൂടെ ആ കുതിരവണ്ടിയിൽ അവരങ്ങനെ പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം അവർ മുന്നോട്ടേക്ക് പോയി. ഇപ്പൊ ഒരു നദി കാണുകയാണ്. ഇനി ഇത് കടക്കണമെങ്കിൽ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ പാലത്തിലൂടെ നദി കടക്കാൻ പറ്റില്ല. ഇനി എന്താണ് ഒരു വഴി? അപ്പൊ ഈ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് ഒരു മുത്തശ്ശി ഒരു ചങ്ങാടം കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അക്കരയ്ക്ക് എത്തിച്ചേരാൻ പക്ഷേ $50 ആവും. അത് കുറച്ച് കൂടുതലാണെന്ന് അപ്പൂപ്പൻ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ആ ഒരു സ്ത്രീ പറയാണ്, അങ്ങനെയാണെങ്കിൽ വേണ്ട. ഓഹോ, നിങ്ങളപ്പോ വലിയ ബിസിനസ് ആക്കല്ലേ ഇവിടെ. നിങ്ങൾ തന്നെ പാലം കത്തിച്ചിട്ട് വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ നോക്കുകയാണല്ലേ. ഇപ്പൊ വേറൊരു വഴിയില്ല, ഞങ്ങൾ കാശ് തരാം, ഞങ്ങൾ എന്തായാലും അപ്പുറത്തേക്ക് എത്തിച്ചതാന്ന് അപ്പൂപ്പൻ പറയാണ്. ഇതേ നേരത്ത് ആ കൊള്ളക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കട്ട് ത്രോട്ട് ബിൽ, അവനും അവന്റെ സംഘവും അങ്ങോട്ടേക്ക് എത്തുകയാണ്. വന്ന പാട് തന്നെ ഇവരാണ് ആദ്യം വന്നത്. ഇവരാദ്യം അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കൊള്ളക്കാരും സംഘവും പറയാണ്. പക്ഷെ അതിന്റെ കാശ് ഇതാ ഈ നിൽക്കുന്ന അപ്പൂപ്പൻ തരുന്നു പറയാണ്. ആര് ചൂണ്ടിയാ പറയുന്നത്? നമ്മുടെ ജാക്കിന്റെയും ലൂലന്റെയും അപ്പൂപ്പൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ചൂണ്ടിയിട്ട്. അപ്പൊ അവർ ചങ്ങടക്കാരിയായിട്ടുള്ള അമ്മൂമ്മയും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് പറയുന്നത്, നിങ്ങൾ കാശൊന്നും തരണ്ട, ഞാൻ നിങ്ങൾ അപ്പുറത്തേക്ക് എത്തിച്ചേരാം. പെട്ടെന്ന് തന്നെ കട്ട് ത്രോട്ട് ബിൽ ഇവനക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് ചോദിച്ചോടാ, കാശ് അവര് തരുന്നു പറഞ്ഞാൽ അവര് തരും, ഇവിടെ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ തന്നെ ഏകദേശം കാര്യം മനസ്സിലായില്ലേ, അലമ്പാക്കാൻ പോവുകയാണ്. അതിനിടയിൽ സുന്ദരിയായിട്ടുള്ള ലോല, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു വെള്ളി നക്ഷത്രം ഈ കൊള്ളക്കാരുടെ ലീഡർ കാണുകയാണ്. അതായത് കട്ട് ത്രോട്ട് ബിൽ, ഒരു വല്ലാത്ത പേര് തന്നെ കേട്ടാ. അപ്പോ അവൻ മുന്നോട്ടേക്ക് വന്നിട്ട് ആ മാലയിൽ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ജാക്ക് വന്നിട്ട്, പ്ലീസ് ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ആരും ഇല്ലാത്തവരെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലേ, ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് ജാക്കിന്റെയും ലോലയുടെയും അപ്പൂപ്പൻ ഉണ്ടല്ലോ, അയാൾ മുന്നോട്ടേക്ക് വന്നിട്ട് പറയണ, ഡാ എനിക്ക് നിന്നെ അറിയാലോ, നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. യെസ്, കിട്ടിപ്പോയി, നീയല്ലേ മറ്റേ ആ ഒരു കട്ട് ത്രോട്ട് ബിൽ. ഗവൺമെന്റ് നിന്റെ തലയ്ക്ക് $10,000 ഇനാമിട്ടിരിക്കുന്നത്. അതിന് നീയൊക്കെ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു കൂസലും ഇല്ലാതെ ഈ കൊള്ളക്കാരനും അയാളുടെ സംഘം അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ചങ്ങാടം തിരിക്കുന്ന അവിടെ ചെറിയൊരു കയറുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. ആ ശബ്ദത്തിൽ നമ്മുടെ ജാക്കിന്റെ ലൂലയുടെ അപ്പൂപ്പൻ പേടിച്ചു പോയിട്ട് പെട്ടെന്ന് അരയിലെ ഗണ്ണ് എടുക്കുകയാണ്. ആ ഷോക്കിൽ അത് പൊട്ടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ബുള്ളറ്റ് ആരുടെയും ദേഹത്ത് കയറുന്നില്ല. പകരം എന്താ സംഭവിച്ചത്? ഈ കൊള്ളക്കാരനും അവന്റെ ആളുകളും കൂടെ വന്നിട്ട് പാവം നമ്മുടെ ജാക്കിന്റെയും ലൂലയുടെയും അപ്പൂപ്പനെ വെടിവെച്ച് കൊന്നുകളയാണ്. എതിർക്കാൻ നോക്കിയ ജാക്കിനിട്ടും കിട്ടി നല്ലൊരു എമ്പട്ടൻ അടി. ആ അടിയിൽ അവന്റെ ബോധം പോയി കേട്ടോ. മാത്രമല്ല ഈ കൊള്ള സംഘം ലൂലയെ പിന്നീട് അവിടുന്ന് കൊണ്ടുപോവാണ്. ഈ കൊള്ളക്കാരുടെ നേതാവ് ഈ കട്ട് ത്രോട്ട് ബിൽ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാകട്ടെ. ഇടക്കിടക്ക് ഈ പേര് പറയുമ്പോഴേ സമയം കുറെ അങ്ങോട്ട് പോകും. തൽക്കാലം നമുക്കൊരു ഇന്ത്യൻ പേര് കൊടുത്താലോ? ഗബ്ബർ. ഒരു കൊള്ളക്കാരന് കൊടുക്കാൻ പറ്റിയ പേരല്ലേ. അങ്ങനെ ഗബ്ബറും അവന്റെ സംഘവും കൂടെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോവാണ്. അവിടെ ഒരു കടയുണ്ടായിരുന്നു, നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഒരു കടക്കാരനുണ്ട്. അങ്ങനെ ഗബ്ബറിന്റെ ആ ഒരു കൊള്ള സംഘം എല്ലാവരും ഉള്ളിലേക്ക് വന്ന് കുറെ അധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് വേണ്ടത് എന്ന് ഈ കടക്കാരൻ ചോദിച്ചപ്പോൾ ഗബ്ബർ നേരെ അയാളുടെ മുന്നിൽ പോയിട്ട് പറയാണ്, അനങ്ങി പോകരുത്, വായ തുറന്നാൽ നെറ്റിയിൽ ഓട്ട വീഴും, മര്യാദക്ക് നിന്റെ മേശയിലുള്ള കാശ് മുഴുവൻ എടുക്കട്ടാന്ന് പറയണം. അപ്പൊ തന്നെ ഈ കടക്കാരന് മനസ്സിലായി ഇത് കൊള്ളക്കാരാണ്, ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ
ചെയ്യാൻ പറ്റുമോ? ഉള്ള കാശ് അയാൾ പയ്യെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പുറത്ത് കുതിരയുടെ മേലെ ബോധമില്ലാതെ കിടക്കുന്ന ജാക്കിന്റെ അനിയത്തി ലൂലയെ കാണിക്കാണ്. അവൾക്ക് ബോധം വന്നു. കുതിരയുടെ പുറത്തുനിന്ന് പതിയെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന കട അത് ഗബ്ബറും കൂട്ടും കൂടെ കൊള്ളയടിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതേ സമയം ഒരു പയ്യൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് ലൂല പറയാണ്. അപ്പൊ ആ ഒരു പയ്യൻ പറയാണ്, ഇതെന്റെ അച്ഛന്റെ കടയാണ്, എടാ നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വീണ്ടും വീണ്ടും ലോല പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ അവൻ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി ഉള്ളിൽ ആ ഒരു കൊള്ളക്കാരെ കണ്ടപ്പോഴാണ് ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് ചെറുക്കന് മനസ്സിലായത്. പേടി കൊണ്ട് അവൻ അവിടുന്ന് ഓടുകയാണ്. അപ്പൊ തന്നെ അവനെ പിടിക്കാനായിട്ട് ഗബ്ബർ ആളെ അയക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ കടക്കാരൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ബുള്ളറ്റ് ഗബ്ബറിന്റെ ദേഹത്ത് കയറിയില്ല. പകരം ഗബ്ബർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അതിൽ ബുള്ളറ്റ് പാവം ഈ കച്ചവടക്കാരന്റെ തലയിൽ ഓട്ടയിടുകയാണ്. അതുപോലെ തന്നെ ആ കച്ചവടക്കാരൻ അയാളുടെ മകനെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ, അവന്റെ തലയിലേക്കും ഇവര് വെട്ടിവെക്കുകയാണ്. അവനെ കൊന്നുകളഞ്ഞു. ഈ ഗ്യാപ്പിൽ ലൂല ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ കുതിരപ്പുറത്ത് വന്ന ഒരുത്തൻ അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ രാത്രി ആവാനായി. രാത്രി ആയ സമയത്താണ് അടി കൊണ്ട് ബോധം പോയ ജാക്കിന് ബോധം വരുന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന അപ്പൂപ്പനെയാണ് കാണുന്നത്. കുറെ നേരം അവിടെ കിടന്ന് കരഞ്ഞു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ലൂല അവിടെ എവിടെയില്ല. മിക്കവാറും അനിയത്തിയെ ആ കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നീട് തൊട്ടടുത്ത് കണ്ട ഒരു ഗ്രാമത്തിലേക്ക് അവൻ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും രാത്രി ആയിരുന്നല്ലോ. നാട്ടുകാരൊക്കെ തീപ്പന്തവും കത്തിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ കൂടി നിൽക്കുകയാണ്. കാരണം എന്താ, കൊള്ളക്കാരുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ ഈ നാട്ടുകാർ പൊക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും കൂടെ അവനെ തൂക്കി കൊല്ലാൻ വേണ്ടി പോവാണ്. എന്നാൽ എങ്ങനെയെങ്കിലും അവനോട് ഒരു കാര്യം ചോദിക്കണം. അവര് തട്ടിക്കൊണ്ടുപോയ ലൂല അവൾ എവിടെയാണ്? ഈ കാര്യം ചോദിക്കാനായിട്ട് ആൾക്കൂട്ടത്തിലേക്ക് ജാക്ക് പോയെങ്കിലും ആരും അതിന് സമ്മതിക്കുന്നില്ല. അവനിട്ടൊന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കൊള്ളക്കാരനെ അവിടെ വെച്ച് തൂക്കി കൊല്ലുന്നുണ്ട്. മാത്രമല്ല ഒരടി ജാക്കിന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. വളരെയധികം അവശനായതുകൊണ്ട് തന്നെ ഈ അടി കിട്ടുമ്പോൾ തന്നെ അവന്റെ ബോധം പോവാണ്. ഇതിനുശേഷം കാട്ടിലേക്ക് പോയ ഗബ്ബറിനെയും സംഘത്തെയും കാണിക്കുകയാണ്. അപ്പോഴെല്ലാം അവരുടെ കൂടെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ലൂല നിൽക്കുന്നത്. അപ്പൊ ലൂല പറയുന്നുണ്ട്, നോക്കിക്കോ എന്റെ ചേട്ടൻ എന്നെയും തേടി എന്റെ പിറകാലം വരും, നിങ്ങളൊക്കെ പോലീസുകാർ പിടിക്കുന്നു പറയാണ്. ആ സമയത്ത് ഗബ്ബർ ഒരു പുച്ഛഭാവത്തിൽ നമ്മുടെ ലൂലയെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലൂല അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണ് എടുക്കുന്നുണ്ട്. ഇയാൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ആ ഗണ്ണ് പൊട്ടിക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്ബർ വന്ന് അവളുടെ കയ്യിൽ ആ ഒരു ഗണ്ണ് മേടിച്ച് അവൾക്ക് നേരെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ദാ ഇങ്ങനെയാണ് വെടിവെക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദുർബലിയായിട്ടുള്ള ആ പെൺകുട്ടിക്ക് അവിടെ വെച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഇന്നലെ രാത്രി അടികൊണ്ട് വീണ നമ്മുടെ ജാക്കിന് ബോധം വരുന്നത്. ബോധം വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇന്നലെ നാട്ടുകാർ തൂക്കിക്കൊന്ന ആ കള്ളന്റെ ബോഡി ഉണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ഒരാൾ ഒരു കുഴി തോണ്ടുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ പാട് തന്നെ ജാക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എന്നെ എന്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ചുറ്റും ഒന്ന് നോക്ക്, സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? അതെ, ഇതൊരു ശ്മശാനമാണ്. നീ ചത്തു എന്ന് കരുതിയിട്ട് നിന്നെ കുഴിച്ചിടാൻ പോവായിരുന്നു ഞാൻ. ഭാഗ്യത്തിനാ നീ കണ്ണു പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ജാക്ക് പറയണ, എന്തായാലും ഞാൻ മരിച്ചിട്ടില്ലല്ലോ, എന്താ നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, യൂട്ടസ്. ഇന്നലെ രാത്രി ആ ഒരു കൊള്ളക്കാരുണ്ടായിരുന്നില്ലേ, അതായത് ഗബ്ബറും സംഘവും, അവർ ഏത് ഭാഗത്തേക്കാ പോയത്? ഇപ്പൊ യൂട്ടസ് പറയണ്, അവര് വടക്ക് ഭാഗത്തേക്ക് പോയെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. ശരി, എനിക്കൊരു കുതിരവണ്ടി കിട്ടുമോ? ആ കിടക്കുന്ന വണ്ടി ആരുടേതാണെന്ന് ചോദിച്ചപ്പോ യൂട്ടസ് പറയണ, അതെന്റെ മുതലാളിയുടെയാണ്, റെജിനാൾഡ് ജോൺസ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ഈ വണ്ടിയിലൊന്ന് പോകാൻ പറ്റുമോ ചോദിച്ചപ്പോ അതൊക്കെ നമുക്ക് നോക്കാന്ന് പറയാണ്. ഇതിനുശേഷം ആ പറഞ്ഞ റെജിനാൾഡ് ജോൺസിനെ കാണിക്കുകയാണ് കേട്ടോ. അത് മറ്റാരുമല്ല, ലോകത്തിലെ തന്നെ ഇറങ്ങിയതിൽ വെച്ച് നമ്പർ 1 വെബ് സീരീസ് ഉണ്ടല്ലോ, ഗെയിം ഓഫ് ത്രോൺ, അതിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയുന്നില്ല, മിക്ക ആൾക്കാർക്കും അത് അറിയായിരിക്കും. അതുകൊണ്ട് ചുമ്മാ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ നെയിം മാത്രം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറ. ഓക്കെ, ആ വേഷം ചെയ്ത ആളാണ് ഈ സിനിമയിലെ കഥാനായകനായിട്ടുള്ള റെജിനാൾഡ് ജോൺസ്. അപ്പൊ ജോൺസ് ഇപ്പോ കുറച്ച് ഓഫീസർമാരുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ ആ ഒരു പണി ചെയ്തു കഴിഞ്ഞു, രണ്ടുപേരെയും കുഴിച്ചിടാൻ പോവാണ്, അപ്പൊ അവര് കാശ് തന്നാൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. എന്നാൽ അവന്റെ ആ ഒരു വലിപ്പ കുറവ് കാരണം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവനെ കളിയാക്കുകയാണ്. നിനക്ക് കാശോ? നീ ആദ്യം ഒരു കാര്യം ചെയ്യും, അത് അവിടെ കാണുന്ന ആ ഒരു കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊന്നിട്ട് ഇവിടെ നിന്നിട്ട് ഡിങ്ക 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 ആ ഡാൻസ് ഒന്ന് കളിക്കാൻ പറ്റുമോ? അവിടെ വെച്ച് എല്ലാവരും കൂടെ അവനെ കളിയാക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. എന്നാൽ വളരെ ശാന്തനായി നിന്നുകൊണ്ട് ജോൺസ് പറയാണ്, സാറേ നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു, അതിന്റെ ശമ്പളം എനിക്ക് തന്നാൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. ഇവര് വീണ്ടും കളിയാക്കുകയാണ്, എടാ ആ കുപ്പായിടറ, ഡാൻസ് കളിക്കടാ. മുമ്പിലിരുന്ന് ഒരുത്തൻ അത് പറഞ്ഞതേ അവന് ഓർമ്മയുള്ളൂ. ആള് കാണാൻ ചെറുതാണെങ്കിലും നല്ല ആരോഗ്യം, നല്ല സ്കില്ലുള്ള ആളാണ് ഈ ജോൺസ്. പെട്ടെന്ന് തന്നെ അവന്റെ കഴുത്തിലേക്ക് ഒരു തുണി ഇടുന്നുണ്ട്, മടക്കി കൂട്ടി താഴേക്ക് ഒരൊറ്റ വലിക്കലാണ്. പിന്നീട് തലയിലേക്ക് ഒരു ഗണ്ണും വെച്ച്, നിന്നോടല്ലടാ ഞാൻ പറഞ്ഞത് കാശ് തരാൻ, മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഒരുത്തനും അനങ്ങി പോരുത് പറഞ്ഞിട്ട് ഗണ്ണ് എല്ലാവരുടെ നേരെയും ചൂണ്ടുകയാണ്. പിന്നീട് ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇയാളുടെ കീശയിൽ നിന്ന് വീണ 2 നാണയങ്ങൾ എടുത്ത് അത് കീശയിലിട്ട് പതിയെ ജോൺസ് പുറത്തേക്ക് ഇറങ്ങണം. നേരെ പോകുന്നത് അവന്റെ ഒരു കുതിരവണ്ടിയുടെ അടുത്തേക്കാണ്. യൂട്ടസ് അതിന്റെ ഡ്രൈവറായിട്ട് അതിലിരിക്കുന്നുണ്ട്. യൂട്ടസിനോട് പറയണം, ഒന്നും നോക്കണ്ട, വേഗം വിട്ടോന്ന്. എന്താ പ്രശ്നം ചോദിച്ചപ്പോ, എടോ അത് പറയാൻ നേരമില്ല, നീ കുതിരവണ്ടി എടുക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പോലീസുകാർ അവര് ഗണ്ണുമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇവരുടെ കുതിരവണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട പാടിന് യൂട്ടസ് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല, അപ്പൊ തന്നെ വണ്ടി വിടുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിയുടെ പിറകിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ അടിയിലായി കിടക്കുന്ന ജാക്കിനെ ജോൺസ് കാണുന്നുണ്ട്. ഇതേതാടെ ഈ ചെക്കനെന്ന് യൂട്ടസിനോട് ചോദിക്കുമ്പോൾ യൂട്ടസ് പറയാണ്, അതെന്റെ അമ്മായിന്റെ മോനാണ്. ഇപ്പൊ തന്നെ പറയണ മോനെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ആദ്യം നമുക്ക് രക്ഷപ്പെടാന്ന് ഇപ്പൊ യൂട്ടസ് പറയാണ്. ഇപ്പൊ കൂടുതൽ തിരക്ക് യൂട്ടസിനാ. എന്തായാലും ആ ഒരു സ്ഥലം വിട്ട് അവര് പുറത്തേക്ക് പോയെങ്കിലും ആ 3 പോലീസുകാർ നല്ല വാശിയില്ല. ഇവന്മാര് ഗണ്ണെടുത്തുകൊണ്ട് 3 കുതിരപ്പുറത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
അപ്പൊ ഈ ഒരു കാര്യം ജോൺസ് മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ യൂട്ടസിനോട് വണ്ടി നിർത്താൻ പറയണം. എന്നിട്ട് ആ ഒരു വണ്ടിയിൽ നിന്നും ഒരു സ്റ്റാൻഡ് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഈ യൂട്ടസ് ഒരു ഗണ്ണും കൊണ്ടുപോയി വെക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന ആ 3 ആൾക്കാരെ ജോൺസ് കാണുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, നടുവിൽ നിൽക്കുന്ന ആളുടെ നെഞ്ചത്തേക്ക് തന്നെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇയാൾ അപ്പൊ തന്നെ തീർന്നു. ഇത് കണ്ട് പേടിച്ച് 2 ആൾക്കാരും അവിടുന്ന് തിരിഞ്ഞു പോവാണ്. ഇത് കണ്ടപ്പോൾ ഏറ്റവും ഷോക്കായത് ജാക്കായിരുന്നു. കാരണം ഒരുപാട് ദൂരെയുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തത്? അദ്ദേഹത്തിന്റെ ആ ഒരു ഷൂട്ടിംഗ് സ്കില്ല് വല്ലാതെ ജാക്കിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പൊ ജോൺസ് പറയണേ, ഇത് അത്ര ദൂരമൊന്നുമില്ലല്ലോ, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, നല്ല കഴിവുള്ള ഒരു 1-ാം തരം ഷൂട്ടറാണ് ഈ നിൽക്കുന്ന ആളെന്ന് ജാക്കിന് മനസ്സിലായി. അപ്പൊ ജാക്ക് ചോദിക്കുകയാണ്, ദയവ് ചെയ്ത് എന്റെ കൂടെ ഒന്ന് വരുമോ? എന്റെ സഹോദരിയെ ആ ഒരു കൊള്ളക്കാരനുണ്ടല്ലോ ഗബ്ബർ, അയാളും അയാളുടെ സംഘവും കൂടെ തട്ടിക്കൊണ്ടുപോയി. ദയവ് ചെയ്ത് എന്റെ കൂടെ ഒന്ന് വാ. അയാൾ പിടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് തരാൻ പോകുന്നത് $10,000. $10,000 എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, വേറൊന്നും വേണ്ട. പക്ഷെ ജോൺസ് എന്തോ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അയാളെ പിടിച്ചിട്ടൊക്കെയല്ലേ ആ ഒരു കാശ് കിട്ടുള്ളൂ. ഇപ്പൊ ജാക്ക് വേഗം തന്നെ അവന്റെ പേഴ്സ് എടുക്കുകയാണ്. എന്നിട്ട് അതിലെ കാശ് മുഴുവൻ കാണിച്ചിട്ട് പറയണം, ഇത് നിങ്ങളെടുത്തോ, ഒന്ന് ദയവ് ചെയ്ത് എന്റെ കൂടെ വാ, എന്റെ പെങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. കാശ് കണ്ട സമയത്ത് ജോൺസിന് ഒരു താല്പര്യം വന്നു. എന്നാൽ അപ്പൊ തന്നെ യൂട്ടസ് പറയണം, വെറുതെ അറിയ പോലും ചെയ്യാത്ത ഒരു ചെറുകനെ പിന്നാലെ പോണ്ട, പണി കിട്ടും, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് യൂട്ടസ് ഇപ്പോൾ ജോൺസിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. എന്നാൽ നേരത്തെ ഈ ജോൺസ് തന്നെ ഷൂട്ട് ചെയ്ത് പോകുന്ന ഒരാളില്ലേ, അയാളുടെ കുതിര അവിടെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ജാക്ക് നേരെ പോവാണ്, ആ കുതിര എടുക്കുകയാണ്. എന്നിട്ട് ജോൺസും യൂട്ടസും പോകുന്ന അവരുടെ ഒരു കുതിരവണ്ടി ഉണ്ടല്ലോ അതിന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഏകദേശം സന്ധ്യാസമയം ആകാനായിട്ടുണ്ട്. ഇതിനുശേഷം കാട്ടിലെ ആ ഒരു കൊള്ളസംഘത്തെ കാണിക്കുകയാണ്. ഇപ്പൊ ഗബ്ബർ ഉണ്ടല്ലോ, ലൂലയെ വിളിച്ചിട്ട് പറയണം, നിന്റെ മുടിയെല്ലാം മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളാന്ന് പറയണം. അതായത് ആൺകുട്ടികൾ മുടി വെട്ടില്ലേ, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളുടെ ആ ഒരു വസ്ത്രം എല്ലാം മൂരിക്കളഞ്ഞ് അത് മുഴുവനായിട്ട് കത്തിക്കാൻ പറയണം. എന്നിട്ട് കൊള്ളസംഘത്തിലെ ഒരാളുണ്ടല്ലോ അയാളോട് അയാളുടെ ഒരു ഷർട്ട് ലൂലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയണം. ഷർട്ട് കൊടുക്കാനായിട്ട് ആ കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് അവളുടെ ദേഹത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അയാൾ പറയാണ്, നോക്കിക്കോ, എന്റെ ഈ ഷർട്ട് എടുക്കാനായിട്ട് രാത്രി ഞാൻ നിന്റെ അടുത്തേക്ക് വരും, തന്നോണെന്ന് പറയണം. എന്താണ് ആ വാക്കിലൂടെ അയാൾ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ലൂലയ്ക്ക് മനസ്സിലായി. അവൾ ആകെ പേടിച്ചു പോയി. അവൾ കരയാണ് ഇപ്പോൾ. ഇതിനുശേഷം ഇതേ രാത്രിയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് റെസ്റ്റിനായിട്ട് നിർത്തിയ ജോൺസിന്റെ വണ്ടി കാണിക്കാനാട്ടോ. അത് ഓടിച്ച യൂട്ടസ് അത്യാവശ്യം നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ രാത്രി ആയപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങി പോവാണ്. ഇവരുടെ തൊട്ടടുത്ത് തന്നെ കുതിരയുമായിട്ട് വന്നിട്ട് ജാക്കും ഉണ്ട് കേട്ടോ. ജാക്കും ചെറിയൊരു മയക്കത്തിലാണ്. യൂട്ടസും നല്ല ഉറക്കാണ്, ജാക്കും നല്ല മയക്കാണ്. ആ സമയത്ത് ജോൺസ് പതിയെ ഇപ്പൊ ജാക്കിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ കീശയിൽ നിന്നും ആ ഒരു പേഴ്സ് പതിയെ എടുക്കുകയാണ്. ആള് നല്ല ധൈര്യശാലിയാണെങ്കിലും ഇതുപോലെ ഉടായിപ്പ് പരിപാടി ഒരുപാട് ജോൺസിന്റെ കയ്യിലുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് യൂട്ടസ് വരികയാണ്. ജോൺസെ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട, നീ ഇപ്പൊ ചെയ്യുന്നത് ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയാട്ടോ. ഈ കാര്യം ജോൺസിനോട് യൂട്ടസ് പറയുന്നുണ്ട്. എടാ, നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കാശ് ആവശ്യമാണ്, മറ്റു പോലീസുകാർ എന്തായാലും നമ്മുടെ പിന്നാലെ വരും, അത് ഉറപ്പാണ്, പിടിച്ചു നിൽക്കാൻ കാശ് വേണ്ടേ? ഈ സമയത്ത് യൂട്ടസ് പറയണം, എന്നാ പിന്നെ ആ ഒരു ചെക്കൻ പറഞ്ഞ ഓഫർ അത് നമുക്ക് സ്വീകരിച്ചാലോ, അതായത് ഗബ്ബറിനെ പിടിക്കാൻ നമുക്ക് പോയാലോ. അങ്ങനെ അവനെ പിടിച്ചാൽ $10,000 നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവന്റെ സഹോദരി ലൂലയെ രക്ഷപ്പെടുത്താനും കഴിയും. കുറച്ചു നേരം ആലോചിച്ചിട്ട് ജോൺസും തീരുമാനിക്കുകയാണ്, എന്നാ പിന്നെ നമുക്കങ്ങ് പോവാല്ലേ. ഇതിനുശേഷം ഉറങ്ങി കിടന്ന ജാക്കിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവന്റെ പേഴ്സ് അവന് തന്നെ കൊടുത്തിട്ട് പറയണം, ഡാ, നീ പറഞ്ഞ ഓഫറിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ പറഞ്ഞതുപോലെ അനിയത്തിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ കാശ് ഞങ്ങൾക്ക് തരണം. അതുപോലെ തന്നെ അവനെ പിടിച്ചു കൊടുത്ത ആ ഒരു കാശും ഞാനിടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ യാത്രയിൽ ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ടാ മതി, ഓക്കെ എന്ന് ജാക്കും പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ജോൺസിന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടിയ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളെയാണ്. ഒരു സാധാരണ ഒരു ആരോഗ്യമില്ലാത്ത ഒരു ചെറിയ ആള് വന്നിട്ട് അവൻ ഇമാതിരി അടി അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അവന് ഇൻസൾട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ നല്ല ദേഷ്യത്തിലാണ്. ഇനിയിപ്പോൾ എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല, അവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അവനെ അടിച്ച് ഞാൻ കൊല്ലും എന്നുള്ള ഒരു വാശിയിലാണ് പോലീസുകാരൻ. അതിനായിട്ട് തന്നെ ഇയാളൊരു ടീമിനെ ജോൺസിനെ പിടിക്കാനായിട്ട് അയക്കുന്നുണ്ട്. അതൊരു ചേട്ടനും അനിയനുമായിരുന്നു. അപ്പോൾ അവർ പോകുന്ന സമയത്ത്, ഞാൻ നിങ്ങൾക്ക് പണമല്ല, എന്റെ അധികാരത്തിന്റെ ആ ഒരു പോലീസ് ബാഡ്ജ് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഇതുപയോഗിച്ച് അവനെ പിടിക്കണം, ജീവനോടെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനും അനിയനും കൂടെ ഈ ദൗത്യത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ ഒരു മഞ്ഞിലൂടെ കൊള്ളസംഘം, അതായത് ഗബ്ബറും കൂട്ടാളികളും കൂടെ നടന്നു പോവാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ ലൂലയുള്ളത്. പോകുന്ന വഴിയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്പർ 1 പോകാൻ തോന്നുകയാണ്. ഗബ്ബറിനോട് ചോദിച്ചപ്പോൾ അവൻ പെർമിഷൻ കൊടുക്കുകയാണ്. പിന്നീട് കുതിരയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ലൂല പതിയെ മരങ്ങൾക്കിടയിലേക്ക് പോവാണ്. എന്നാൽ ഒരു ആവശ്യമില്ലാതെ അവളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരു മുള്ളുചെടിയിൽ കൈപിടിച്ചമർത്തി ചോര വരുത്തിച്ച് അവിടെയുള്ള മരങ്ങളിൽ അവളുടെ ആ ഒരു കൈപ്പാട് അവിടെ പതിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് ഗബ്ബറിന്റെ ആ ഒരു കൂട്ടത്തിലേക്ക് തന്നെ അവൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കൂടെ പോയി രാത്രിയായപ്പോൾ വിശ്രമിക്കാനായിട്ട് അവരൊരു ക്യാമ്പ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് ലൂലയുടെ അടുത്തേക്ക് 2 ആൾക്കാർ വരുന്നുണ്ട്. അതിലൊരുത്തന്നെ അവൾക്ക് ഷർട്ട് കൊടുത്ത ആളാണ്. രണ്ടുപേരും അവിടെ വെച്ച് ലൂലയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ ലൂല ഒരു കുപ്പിയെടുത്ത് ഇതിലൊരുത്തന്റെ മണ്ടക്കിട്ട് ഒരേറ്റ അടിയാണ്. ശബ്ദം കേട്ടപാടിന് ഗബ്ബർ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ലൂല ഇവരുടെ ടീമിൽ ഉണ്ടെങ്കിലും അവൾക്കൊന്നും പറ്റരുത് എന്നൊരു നിർബന്ധം ഗബ്ബറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ റേപ്പ് ചെയ്യാൻ നോക്കിയ ആ ആളെ ഒരു കത്തി വെച്ച് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി ആരെങ്കിലും ഇവളുടെ ദേഹത്ത് കൈവച്ചാൽ തൽക്കാലം നീ എന്റെ ടെന്റിലേക്ക് വന്ന് കിടന്നുവെന്ന് ലൂലയോട് ഗബ്ബർ പറയാണ്. അങ്ങനെ ആ രാത്രിയും കഴിയും. പിറ്റേ ദിവസം രാവിലെയായി. കഥാനായകനായിട്ടുള്ള ജോൺസിനെ പിടിക്കാനായിട്ട് ആ പോലീസുകാരൻ അയാൾ 2 ആൾക്കാരെ അയച്ചല്ലേ, ഒരു ചേട്ടനും അനിയനും. അവർ ഈ കൊള്ളക്കാരനായിട്ടുള്ള ഗബ്ബർ പോയ അതേ വഴിയിലൂടെ തന്നെ ഇപ്പൊ വരികയാണ്. അവർ ആ ഒരു മരത്തിൽ തൊട്ടുവെച്ച ആ ഒരു കൈപ്പാട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതുവഴി ആരെങ്കിലും പോയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഈ വഴി പോകാം എന്ന് കരുതിയിട്ട്
ഈ രണ്ടാൾക്കാരും നേരെ ആ കൈപ്പാട് പോയ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ജോൺസ് സഹായിയായിട്ടുള്ള യൂട്ടസ് ജാക്ക് ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഈ കൊള്ളക്കാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. കൊള്ളക്കാരെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞില്ലെങ്കിലും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ ഭാഗത്തേക്ക് പോയിന്ന് ഒരാൾ ഒരു വിവരം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇവർ 3 പേരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ചെറിയൊരു പട്ടണമായിരുന്നു അവിടെ കുറെ അധികം ഈ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ വ്യഭിചാരശാലകൾ ഉണ്ടല്ലോ, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ടും ഇവർ പരിശോധിക്കുകയാണ് ലൂലയെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ വിൽക്കാനായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് കയറിയ സമയത്ത് നമ്മുടെ ജാക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. കണ്ടപാടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജാക്കിന് ആ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഹോട്ടലിന്റെ ഓണർ പറയാണ് പെണ്ണ് കന്യകയാണ്, അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് തന്നാലേ നിനക്ക് പെണ്ണിനെ തരുവുള്ളൂ. അല്ല, ഞാൻ ആ ആവശ്യത്തിനൊന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഒരാളുടെ ശരീര പ്രകൃതി പറയാം, നല്ല തടിച്ച് ഹൈറ്റുള്ള ഒരു ഉണ്ടയായിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിന്റെ ഓണർ പറയാണ് നീ ആരെ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ആവശ്യമില്ലാത്ത പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടി മേടിച്ച് കൂട്ടും, ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു വരില്ല. വേണമെങ്കിൽ അവളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പൊയ്ക്കുമെന്ന് പറയാണ്. അങ്ങനെ ആ പെണ്ണിന്റെ കൂടെ ഇപ്പോൾ ജാക്ക് പോകുന്നുണ്ട്. ജാക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, വേറെ ഒന്നും എനിക്കിപ്പോൾ വേണ്ട, നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ എന്റെ കൂടെ വന്നു എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു പെണ്ണിനെയും കൂട്ടി ജാക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഹോട്ടലിന്റെ ഓണർ സമ്മതിക്കുമോ? രണ്ടുപേരെയും അവിടെ വെച്ച് നന്നായിട്ടിട്ട് തല്ലുകയാണ്. നീ എവിടെയും പോകില്ല പെണ്ണെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ദേഷ്യം വന്ന ജാക്ക് കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം അതെടുത്ത് ഒരു ഒറ്റ വീശിലാണ് ഇയാൾക്ക് വിട്ടുകൊണ്ട് കേട്ടോ. അയാൾ അവിടെ വീണുപോയ അതേ സമയത്ത് തന്നെ ജാക്ക് ആ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് നേരെ ജോൺസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വന്ന വാർഡനെ പറയാണ് ജോൺസെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, ചെറിയൊരു പ്രശ്നം ഉണ്ട്. അപ്പൊ ജോൺസ് ചോദിക്കുകയാണ് ഏതാടാ ഈ പെണ്ണ്, ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാൻ, നമുക്ക് ഇവിടുന്ന് വേഗം പോകണമെന്ന് ജാക്ക് പറയാണ്. എന്റെ പൊന്നു മോനെ കൂടെ നടന്ന് വള്ളി പിടിച്ചു കയറില്ലേ, ആവശ്യത്തിന് വള്ളി എന്റെ തലയിൽ തന്നെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നീ തേടിപ്പോയ ആളെ കണ്ടോന്ന് ചോദിക്കുകയാണ്. അതായത് തടിച്ച് നല്ല വണ്ണമുള്ള ആളെ. ഇത് കേട്ട സമയത്ത് ജാക്കിന്റെ കൂടെ വന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് പറയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആള് അതുപോലെ ഒരാളെ ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിക്കളയാന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് ചുറ്റി പരിശോധിച്ച് അവരവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ലൂലയെ കാണിക്കുകയാണ്. അവൾ ഭയങ്കര വിഷമത്തിലാണ്. ചേട്ടൻ എന്തായാലും അവളെ തേടി വരുമെന്ന് പറയാം, പക്ഷേ ചേട്ടൻ എന്താ വരാത്തത്? ആ ഒരു ദുഃഖത്തിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കൊള്ളസംഘത്തിലെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നു. എന്താ മോൾ എങ്ങനെ ഇരിക്കുന്നത്, വാ നമുക്ക് പോകാന്ന് പറയാണ്. ഇപ്പൊ ലൂല പറയാണ് നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്, എന്നെ എന്തിനാ ഈ കൊണ്ടുപോകുന്നത്, എന്തിനാ ആ കൊള്ളത്തലവൻ ഗബ്ബർ എന്നെ സംരക്ഷിക്കുന്നത്? ഇതേ നേരം തന്നെ പ്രായമായിട്ടുള്ള ആ ആള് പറയാണ് ചിലപ്പോൾ അയാൾക്ക് നിന്നെ ഇഷ്ടമായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അത് ഇവിടെ നിന്നും കുറച്ചധികം ദൂരേക്ക് പോകണം. ആ സ്ഥലത്തിന്റെ പേര് തിക്കറ്റ് എന്നാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയൊന്ന് ലൂല ചോദിക്കുകയാണ്. അത് നിന്റെ പ്രവൃത്തി പോലെ ഉണ്ടാവും. നീ എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞങ്ങളുടെ കൂടെ വാ, എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം പെണ്ണെ, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വാ. ഇതേ നേരം തന്നെ ഇവരെയും കാത്തുകൊണ്ട് അവിടെ ഗബ്ബർ കുതിരപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. വേഗം വാ എന്ന രീതിയിൽ അവനൊരു നോട്ടം നോക്കുന്നുണ്ട് ഇവരൊക്കെ. പിന്നീട് അവരുടെ കൂടെ നമ്മുടെ ലൂല പോകുന്നുണ്ട്. ബാക്കി കഥ അത് കേൾക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറ്റുവാണെങ്കിൽ ആ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുത്താൽ ഞാൻ ഹാപ്പിയായി. നല്ല നല്ല കഥകൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ഒരു സപ്പോർട്ട് എനിക്ക് തരില്ലേ നിങ്ങൾ? ഓക്കെ, എന്തായാലും കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പം മറ്റൊരു ഭാഗത്തുകൂടെ നമ്മുടെ ജാക്ക് രക്ഷപ്പെടുത്തിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ തൽക്കാലം നമുക്ക് സമാന്ത എന്ന് വിളിക്കാം. ഇവർ പറയുന്നത് പോലെ ഒരാളെ സമാന്ത കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. സോ ആ സ്ഥലത്തേക്ക് ഇവരെയും കുട്ടി പോവാണ്. അയാളാണെങ്കിൽ നല്ല വെള്ളം അടിച്ച് ബോധം ഇല്ലാതെ കിടക്കണം. അങ്ങോട്ടേക്ക് ചെന്ന് ജോൺസ് പതിയെ അയാളെ തട്ടി വിളിക്കുന്നുണ്ട്, മോനെ ഒന്ന് എഴുന്നേക്കൂ. പക്ഷെ അയാളുടെ ബോധം അത് പൂർണ്ണമായിട്ടും വരുന്നതിന് മുന്നേ തന്നെ അയാളെ പൂർണ്ണമായിട്ടും കെട്ടിയിടുകയാണ്. പിന്നീട് പൂർണ്ണമായിട്ടും അയാളുടെ ബോധം വരുത്തിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് എവിടെയാടാ നിന്റെ ഗ്യാങ്, അവരെങ്ങോട്ടാ പോയത്? ആദ്യമൊന്നും ഇവൻ പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ജോൺസ് ഒരു കരുണയും കാണിച്ചില്ല, നന്നായിട്ട് വേദനിപ്പിക്കുകയാണ്. അലറി വിളിച്ച് കരയാന്നല്ലാതെ അവനൊന്നും പറയുന്നില്ല. അവസാനം നിലത്തേക്ക് വീണു പോവാണ്. ആ നേരത്താണ് ജോൺസ് ഒരു കാര്യം കാണുന്നത്. അതായത് ഈ പറഞ്ഞ ഗബ്ബർ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകുന്നത് $10,000 ഒന്നുമല്ല, $1000. അതും ജീവനോടെ പിടിച്ചാൽ. ഇനി ജീവനോടെ അല്ലാതെ തല മാത്രം വെട്ടി കൊണ്ടുവരികയാണെങ്കിൽ ആകെ കിട്ടാൻ പോകുന്നത് $300. ഈ ജീവനോട് പിടിക്കൽ തന്നെ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ജോൺസിന് മനസ്സിലായി. എന്നാൽ ജാക്ക് പറയാണ് ദയവ് ചെയ്തിട്ട് എന്റെ കൂടെ നിൽക്ക്, നിങ്ങൾ പോവല്ലേ, പറ്റുവാണെങ്കിൽ അവന് ജീവനോട് പിടിക്കാം, എത്ര കിട്ടിയാലും മുഴുവൻ നിങ്ങൾ എടുത്തു എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ജാക്ക് രക്ഷപ്പെടുത്തിയ സമാന്ത ഇവർ ഈ അടിച്ചിട്ട ആളുണ്ടല്ലോ ഇവന്റെ വായിലേക്ക് കുറച്ച് കള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം പോയിട്ട് അവൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വേറെ ആരും ഈ ഒരു കാര്യം കേൾക്കുന്നില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഗബ്ബറും അവന്റെ ആ ഒരു കൊള്ള കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ലൂല കാട്ടിലേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് 2 ആൾക്കാരുടെ മുന്നിലേക്ക് അവൾ ചെന്ന് പെടുന്നുണ്ട്. അവർ പറയണ പേടിയൊന്നും വേണ്ട, വാ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. നോക്കുമ്പോൾ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ജോൺസിനെ പിടിക്കാനായിട്ട് വന്നിരുന്ന ആ 2 പോലീസുകാരുണ്ടല്ലോ അവന്മാരായിരുന്നു. മറ്റേ ആ ഒരു ബ്രദേഴ്സ് ഉണ്ടല്ലോ അവര് തന്നെ. തൽക്കാലം നമുക്ക് ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിട്ട് അവരൊരു ഭാഗത്ത് ടെന്റ് അടിക്കുന്നുണ്ട്. അതുപോലെ ലൂലയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ലൂല എല്ലാ കാര്യങ്ങളും പറയാണ്. പക്ഷേ അധികം വൈകാതെ ഒരു കൂട്ടം കുതിരക്കാരങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ശബ്ദം കേട്ട പാട് തന്നെ ലൂല എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നുണ്ട്. പക്ഷേ നടന്നില്ല. അതുപോലെ തന്നെ ആ ബ്രദേഴ്സിൽ മൂത്ത ആളുടെ തലയ്ക്ക് തന്നെ ഈ വന്ന കൊള്ളക്കാരിൽ ഒരാൾ ഒരേറ്റ അടി അടിക്കുന്നുണ്ട്. അവൻ അവിടെ വീണു പോകണം. ഇയാളുടെ അനിയൻ വേഗം പോയിട്ട് കാട്ടിൽ ഒളിക്കുന്നുണ്ട്. കാരണം അത്രയും ആൾക്കാരോട് ഏറ്റുമുട്ടി നിൽക്കാനൊന്നും കഴിയില്ല. ഇവനെ ആ കൊള്ളക്കാർ കണ്ടില്ല കേട്ടോ. പക്ഷേ ലൂലെ അവർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് അവിടെ വീണെടുക്കുന്ന ആ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്ത്
കൊന്നിട്ടാണ് അവർ പോകുന്നത്. മറിഞ്ഞിരുന്ന് അയാളുടെ അനിയൻ ഇത് നോക്കി അങ്ങനെ വിത്തുമ്പി കരയാണ്. അവരെല്ലാം പോയതിനു ശേഷം ചേട്ടന്റെ ബോഡിയും കയ്യിൽ വെച്ച് അവനങ്ങനെ ശബ്ദം എടുക്കുന്നുണ്ട്, ഈ കൊള്ളക്കാരെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. അപ്പൊ ഈ ഒരു അനിയൻ പോലീസുകാരന്റെ പേരാണ് ജിമ്മി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ ജോൺസ് അതുപോലെ തന്നെ യൂട്ടസ് എന്തായാലും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവർ ജോലി ഉപേക്ഷിച്ച് അവരുടെ പാട്ടിന് പോവാണ്. എന്നാൽ അവരുടെ പിന്നാലെ ചെന്ന ജാക്ക് കൂടെ തന്നെ നമ്മുടെ സമാന്തയുണ്ട് കേട്ടോ. അപ്പൊ ജാക്ക് ജോൺസിനോട് കാര്യം പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഭൂമി തന്നെ 100 ഏക്കർ വരും, അത്രയും ഭൂമി ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ഞെട്ടാതിരിക്കോ ജോൺസും അതുപോലെ തന്നെ യൂട്ടസും രണ്ടുപേരും ഞെട്ടിപ്പോയി. പിന്നീട് ജാക്ക് ആ ഒരു വിൽപത്രം ജോൺസിന് കൊടുക്കുകയാണ്. കാശിന്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ജോൺസ് എന്ത് ജോലിയും ചെയ്യും, അങ്ങനെ എത്തിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നമ്മൾ എങ്ങോട്ടേക്ക് പോകും എന്ന് ജോൺസ് ചോദിച്ചപ്പോൾ ഇപ്പൊ മറ്റേ സമാന്ത പറയാണ്, അവരെങ്ങോട്ടാ പോയത് എന്ന് ആ തടിയൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വായിൽ ഞാൻ കുറച്ച് കള്ള് ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ബോധമില്ലാതെയുള്ള സത്യം മുഴുവൻ അവൻ വിളിച്ചു പറഞ്ഞു. വടക്ക് ഭാഗത്തോട്ട് അവിടെ ഒരു മലയുണ്ട്, ആ മലയുടെ അരികിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ തന്നെ ഇവർ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. കുറെ നേരം യാത്ര ചെയ്തു അവസാനം അവർ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ബാർ ഉണ്ട്. മിക്കവാറും ആ ഒരു ബാറിൽ ഈ കൊള്ളക്കാർ കയറിയിട്ടുണ്ടാവും, വൈനും എന്താ പറയാ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഒറ്റയടിക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്ന് കയറിയാൽ സംശയം തോന്നും. അതുകൊണ്ട് അവിടെ നിന്ന് മാറി എല്ലാവരും ഇരുത്തിയിട്ട് ജോൺസ് ഒറ്റയ്ക്ക് ആ സ്ഥലത്തേക്ക് പോവാണ്. പക്ഷേ കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. കാശിന് വേണ്ടി ജോൺസ് എന്ത് ചെയ്യെങ്കിലും ആൾക്ക് ധൈര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല കേട്ടോ. അപാര ധൈര്യമാണ്. അങ്ങനെ അതിനുള്ളിലേക്ക് ജോൺസ് ഒറ്റയ്ക്ക് കയറി വരികയാണ്. കയറി ചെന്നപാട് തന്നെ കുടിക്കാനായിട്ട് മദ്യം ചോദിക്കുന്നുണ്ട്. അതങ്ങനെ 2 സിപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സാക്ഷാൽ ഗബ്ബർ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഗബ്ബർ വന്നിട്ട് അവനൊന്ന് നോക്കുന്നുണ്ട്. നിന്നെ പോലെ കുള്ളനായ ഒരുത്തിനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോടാ. അങ്ങനെ ചോദിച്ച സമയത്ത് ഒട്ടും പതറാതെ ജോൺസ് പറയാണ്, ഇത്രയും വൃത്തികെട്ട ഒരു പേഞ്ഞ മോന്തയുള്ള ഒരുത്തിനെ ഞാനും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇങ്ങനെ ജോൺസ് പറഞ്ഞാൽ ഗബ്ബറിന് ദേഷ്യം വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഗബ്ബറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ചെറിയൊരു മനുഷ്യൻ ഫുള്ള് കൊള്ളക്കാരുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഗബ്ബറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണമെങ്കിൽ ആൾക്ക് അപാര ധൈര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോൺസിനോട് ഗബ്ബർ ചോദിക്കുകയാണ്, എന്റെ കൂടെ കൂടുന്നോ? നമുക്ക് ഈ നാട് മുഴുവൻ കൊള്ളയടിച്ച് അങ്ങനെ വിലസി നടക്കാം. എന്നാൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ തൽക്കാലം അതിന് പോയിക്കോളാം എന്ന് പറയണം. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഗബ്ബറും അവന്റെ ആളുകളും കൂടെ സാധനമെല്ലാം കയറ്റിയിട്ട് അവിടുന്ന് പോവാണ്. ഇതിനിടയിലും മരത്തിന്റെ ഇടയിലൂടെ അവരുടെ വണ്ടിയിലിരിക്കുന്ന ലൂലയെ ജോൺസ് കാണുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ്, പക്ഷെ അത് ലൂല തന്നെയാണോ എന്ന് ജോൺസിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കടക്കാരൻ നമ്മുടെ ജോൺസിനോട് പേര് ചോദിച്ച സമയത്ത് ജോൺസ് അവന്റെ പേര് ഉറക്കനെ ജാക്ക് എന്ന് പറയാണ്. ജാക്ക് എന്നാൽ നമ്മുടെ ലൂലയുടെ ബ്രദർ ആണല്ലോ. അപ്പൊ ജാക്ക് എന്ന് കേട്ട പാടിന് അവൾ പെട്ടെന്ന് തല തിരിക്കുകയാണ്. തല തിരിച്ച പാടിന് ജോൺസിന് ഒരു കാര്യം മനസ്സിലായി, ഇത് തന്നെയാണ് ഇവർ തേടി വന്ന ലൂല എന്നുള്ളത്. എന്തായാലും ഗബ്ബറിന്റെ ആൾക്കാർ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം എടുത്ത് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ കാര്യം പറയാനായിട്ട് വേഗം തന്നെ ജോൺസ് അവന്റെ ടീം കാട്ടിൽ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ഇവർ വന്ന സമയത്ത് നമ്മുടെ ജാക്കിന്റെ പെണ്ണിലെ സമാന്ത അവളുടെ തലയിൽ ഒരുത്തൻ ഗണ്ണ് വെക്കുകയാണ്. അനങ്ങി പോയിരുതെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആ 2 പോലീസുകാരിൽ അനിയനായിട്ടുള്ള ജിമ്മി ഉണ്ടല്ലോ, അവനായിരുന്നു. ഇപ്പൊ ഇത് കണ്ട സമയത്ത് ജോൺസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു പെണ്ണിനെ വെച്ചല്ലേ നമ്മളെല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നത്? ഓടിപ്പോയാൽ നീ അവളെ കൊല്ലുമായിരിക്കും. പക്ഷേ ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ 3 പേരും നിന്റെ ദേഹത്ത് ഒരുപാട് തുളയിടുന്നു പറയണം. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ജോൺസിന് ഇവൻ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ, എടാ നീ ആ ഒരു പോലീസുകാരനല്ലേ? അല്ല നിനക്കൊരു ചേട്ടനുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും കൂടെയല്ലേ നടക്കാറ്? നിന്റെ ചേട്ടൻ എവിടെ പോയിടാന്ന് ചോദിക്കുമ്പോൾ ഈ ജിമ്മി പറയാണ്, അത് പിന്നെ ആ ഒരു കൊള്ളക്കാരുണ്ടല്ലോ ഗബ്ബർ, അവൻ വെടിവെച്ച് കൊന്നു എന്ന് പറയണം. ഇത് കേട്ടപാടിന് ജാക്ക് പറയണ്, എന്നാ നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കൂടെ? ഞങ്ങൾ 2 പേരും ഞങ്ങൾ എല്ലാവരും ഗബ്ബറിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇത് കേട്ട സമയത്ത് ഇവൻ അതായത് ഈ പോലീസുകാരൻ ജിമ്മി അവനും വിചാരിക്കുകയാണ്, പക അത് വീട്ടിൽ നിന്നല്ലേ നല്ലത്, ജോലിയൊക്കെ പിന്നെ ചെയ്യാന്ന് വിചാരിക്കണം. ചേട്ടനെ കൊന്നവനെ തേടിയിട്ട് ഈ ജിമ്മിയും ഇവരുടെ കൂടെ പോവാണ്. ഇതേ സമയത്തിന് ഗബ്ബറും അവന്റെ ആൾക്കാരും കൂടെ ഇപ്പൊ നേരെ പോയിരിക്കുന്നത് അവർ പോകുന്ന വഴിയിൽ ഒരു ചർച്ച ഉണ്ട്. അതിനുള്ളിൽ ഒരു ഫാദറും കുറെ അധികം ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ഡോറെല്ലാം കുതിരയെ കൊണ്ട് ചവിട്ടി പൊളിപ്പിച്ച് ആ കുതിരയോട് തന്നെ ചർച്ചിന്റെ ഉള്ളിലേക്ക് ആര് പോവാണ്? ഗബ്ബറും സംഘവും കയറുകയാണ്. അത് കണ്ട പാട് തന്നെ ഫാദർ ആകെ ഞെട്ടി തരിച്ചു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ഒന്നും ചെയ്യല്ലേ എന്ന് അവനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ സീൻ കട്ടെ, ഇവർ പോയ ആ ഒരു ദിശയിൽ അതിൽ കൂടെ തന്നെ നമ്മുടെ ജോൺസൺ പിള്ളേരും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സന്ധ്യാനേരമായ സമയത്ത് അവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയാണ്. ജാക്കും നമ്മുടെ സമാധിയും ഒരു മുറി എടുത്തു കേട്ടോ. അന്ന് രാത്രി തന്നെ 2 പേർക്കിടയിൽ എല്ലാം നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി ജാക്കും അതുപോലെ തന്നെ സമാന്ത 2 പേരും വന്ന സമയത്ത് ഒരു നാണം പോലെ കണ്ടപ്പോൾ തന്നെ ജോൺസിന് കാര്യം മനസ്സിലായി. നാണൊക്കെ പിന്നെ ആവാം, ആദ്യം നമുക്ക് പോയിട്ട് ആ ഒരു ഗബ്ബർ ഉണ്ടല്ലോ അവനെ പിടിക്കാന്ന് പറയണം. അങ്ങനെ അവർ ട്രാവൽ ചെയ്ത് നേരെ ഇന്നലെ ഗബ്ബർ ചെന്ന് കയറിയ ആ ഒരു ചർച്ച് ഉണ്ടല്ലോ, ആ ചർച്ചിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ഏകദേശം പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ആ ഒരു ഫാദറിനെ ഒന്നും കാണാനുമില്ല. പെട്ടെന്ന് ദേഹം മുഴുവൻ പൊള്ളിയ രീതിയിൽ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ആള് മറ്റാരുമല്ല, ആ ഫാദർ തന്നെയാണ്. ക്രൂരത അതിന്റെ കാര്യത്തിൽ ഗബ്ബർ ഒട്ടും പിന്നിലല്ല കേട്ടോ. ഫാദർ ആണെന്ന് പോലും നോക്കാതെ ആ ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ദേഹത്ത് തീ ഇട്ടിട്ടാണ് പോയത്. പക്ഷെ എങ്ങനെയൊക്കെയോ ഫാദർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്ന് ഫാദറിനോട് ഇവർ ചോദിച്ചപ്പോൾ ഇതെല്ലാം ചെയ്തത് ആ ഗബ്ബറാണെന്ന് പറയാണ്. പക്ഷെ എന്തിനാണ് ഈ കാണുന്ന സ്ഥലത്തെല്ലാം നശിപ്പിച്ച് ആളുകളെ വെറുതെ കൊന്ന് പെൺകുട്ടികളൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. ഫാദർ ഇവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ഈ ഗബ്ബർ ഒരാണല്ല, അതൊരു പെണ്ണാണ്. മാത്രമല്ല ചെറുപ്പത്തിൽ അവൾ ഒരുപാടധികം ദുരിതം സഹിച്ചായിരുന്നു. അമ്മ മരിച്ചുപോയി, അച്ഛൻ 2ാമത് കെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചുപോയി. 2ാമയുടെ ക്രൂരമായിട്ടുള്ള ഉപദ്രവം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അത് സഹിക്കാൻ
പറ്റാതെ ഇവളുണ്ടല്ലോ രണ്ടാനമ്മയെ അടിച്ചു കൊന്ന് ആ വീടിന് തീയിട്ട് ഇവിടെ തന്നെ ഒരു മലയുണ്ട് തിക്കറ്റ് മലയുടെ മുകളിലേക്ക് അവൾ കയറിപ്പോയി. ആ മലയുടെ മുകളിലേക്ക് സാധാരണ മനുഷ്യരാരും പോവില്ല. ഒരുമാതിരി കാട്ടുജാതികളാണ് അവിടേക്ക്. അവരുടെ ആരാധന ദൈവമൊക്കെ മറ്റേതോ പിശാചികളാണ്. ക്ഷുദ്രക്രിയയാണ് അവരൊക്കെ ചെയ്യുന്നത്. കുറെ കാലം അവള് ആ ഒരു കാട്ടുജാതികളുടെ കൂടെയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ചില ക്ഷുദ്രക്രിയകളൊക്കെ പഠിച്ച് യൗവനം നിലനിർത്താൻ നടക്കുകയാണ് അവളിപ്പോ. ചെറിയ ചെറിയ പെൺകുട്ടികളെ അവളിങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നില്ലേ, എന്തൊക്കെയോ ആഭിചാര ക്രിയകൾ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടുപോകുന്ന കന്യകകളായിട്ടുള്ള ഓരോ ചെറിയ പെൺകുട്ടികളെയും അവൾ നന്നായിട്ട് ഉപദ്രവിച്ച് ക്രൂരമായിട്ട് തന്നെയാണ് ആഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കാറ്. ഇത് കേട്ട സമയത്ത് ജാക്ക് വല്ലാണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടുപോയത് ആഭിചാര ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബലി കൊടുക്കാനാണല്ലേ. പെട്ടെന്ന് തന്നെ ജോൺസിനോട് ജാക്ക് പറയണ വാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ പോവുകയാണ്. അങ്ങനെ അധിക ദൂരം സഞ്ചരിച്ചുകൊണ്ട് തിക്കറ്റ് എന്ന ഒരു പ്രദേശത്തേക്ക് ഇവരെത്തുകയാണ്. അവിടെ തന്നെ ഒരു ചെറിയ മരത്തിന്റെ വീടും കാണുന്നുണ്ട്. മിക്കവാറും ആ ഗബ്ബറും അവളുടെ സംഘവും ഉള്ളത് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. എന്നാൽ അങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് ചെല്ലാതെ ഒരു മിന്നലാക്രമണം അത് നടത്താനാണ് ജോൺസിന്റെ പദ്ധതി. ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ടല്ലോ, നമ്മുടെ ഈ ലൂലിയോടൊക്കെ സംസാരിച്ച ആ ആള് പതിയെ ഒന്ന് മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ കയറി ആക്രമിച്ചാലേ എന്ന് ജാക്ക് ചോദിച്ചപ്പോൾ യൂറ്റസ് പറയണു വേണ്ട നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ എല്ലാവരും മലയിട്ടാവും, പതിയെ നമുക്ക് പിടിക്കാന്ന് പറയണം. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ പെട്ടെന്ന് കാണാതാവാണ്. ആരാണ്? ജിമ്മി. കാരണം ജിമ്മിയുടെ ഏട്ടനെ കൊന്ന ആളാണ് ആ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ അവൻ ആ ഒരു ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഇറങ്ങി ഓട്ടി അയാൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ അവിടെ വെച്ച് സംഭവിച്ചത് എന്താ, ഈ ഗബ്ബറിന്റെ കൂട്ടത്തിൽപ്പെട്ട ആള് ജിമ്മിയെ മലത്തി അടിക്കുകയാണ്. മാത്രമല്ല ഒരു കത്തിയെടുത്ത് അവന്റെ നെഞ്ചത്തേക്ക് കുത്താൻ നിൽക്കുന്ന സമയത്ത് ജോൺസ് രക്ഷിക്കാൻ പോകാൻ നിൽക്കുമ്പോൾ ജാക്ക് പറയണം പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം ഉണ്ടാകില്ലേ, തൽക്കാലം നമുക്ക് ഇവിടെ ഒതുങ്ങിയിരിക്കാന്ന് പറയണേ. എന്നാൽ അപ്പൊ തന്നെ ജിമ്മിയെ കൊല്ലാൻ നോക്കിയ ആ ആളുടെ തലയ്ക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. വെടിവെച്ചത് മറ്റാരുമല്ല, സമാന്ത തന്നെയാണ്. വെടിവെച്ച് കേട്ട് കഴിഞ്ഞു. എന്തായാലും ഗബ്ബറും അവളുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും മലയിട്ടായിട്ടുണ്ടാവും. പറഞ്ഞതുപോലെ തന്നെ ആ വീടിനുള്ളിൽ വെച്ച് അവർ പുറത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. അതിന് നേരെ ജോൺസും കൂട്ടരും ഒന്നും നോക്കിയില്ല, അവർ തിരിച്ചും ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ പുറത്തേക്ക് ലൂല ഇറങ്ങി ഓടി വരുന്നുണ്ട്. അവൾ ഇറങ്ങി ഓടിയ കാര്യം ആര് കണ്ടിട്ടുണ്ട്? ജോൺസ് കാണാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ആണ്. അതിനിടയിൽ ഒരാൾ വളഞ്ഞു തിരിഞ്ഞ് വന്ന് നമ്മുടെ ജാക്കിന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ കിട്ടിയ ഒരു പെണ്ണുണ്ടല്ലോ സമാന്ത, അവളുടെ പിറകിലൂടെ ഒരാൾ വന്നിട്ട് അവളെ വെടിവെച്ച് കൊന്നുകളയാണ്. ഇതിനിടയിൽ ലൂല പുറത്തേക്ക് ഇറങ്ങി ഓടിയല്ലോ. അപ്പൊ പിറകാലെ അവളെ ചെന്നിട്ട് ആര് പിടിക്കുന്നുണ്ട്? ഗബ്ബർ പിടിക്കുകയാണ്. എന്നിട്ട് ഒരു കുതിരയിൽ അവളെ കയറ്റി അവളെയും കൊണ്ട് അവിടുന്ന് പോവാണ്. എന്നാൽ പിന്നാലെ തന്നെ ജാക്ക് പോവാൻ നൽകുമ്പോൾ ജോൺസ് പറയാണ് ഒറ്റയ്ക്ക് പോലെ ഭയങ്കര അപകടമാണ്, കാരണം അത് ഗബ്ബറാണ്. ഒരു കൊള്ളക്കാരനായതുകൊണ്ട് ചുമ്മാ വായിക്ക് പറയാൻ ഒരു എളുപ്പമുള്ളതുകൊണ്ട് ഗബ്ബർ നിട്ടതാണ് കേട്ടാ. മാത്രമല്ല അവളൊരു പെണ്ണുകൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കട്ട് ത്രോട്ട് ബിൽ ഇതൊക്കെ പറയുമ്പോഴേക്ക് സമയം എത്ര പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലൂലയെ രക്ഷിക്കാനായിട്ട് ജാക്ക് പിന്നാലെ പോകാൻ നിൽക്കുമ്പോൾ ജോൺസ് തടുക്കാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ജാക്ക് അങ്ങോട്ടേക്ക് നേരെ പോവുകയാണ്. ഫുള്ള് മഞ്ഞ് മൂടിയൊരു പ്രദേശമാണ് കേട്ടോ. അപ്പൊ അതിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അതിൻ്റെതായ റിസ്കുകളുണ്ട്. എന്തായാലും ജാക്ക് പോയതല്ലേ, അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ജോൺസും യൂട്ടസും പോകുന്നുണ്ട്. അങ്ങനെ അവര് പോകുന്ന സമയത്ത് യൂട്ടസിനെ പിന്നിൽ നിന്നും ഒരാൾ അറ്റാക്ക് ചെയ്യാൻ, മറ്റാരുമല്ല ജാക്കിന്റെ ഗേൾഫ്രണ്ട്, അതായത് സമാന്തയെ കൊന്ന ആള് തന്നെ. സോ യൂട്ടസും ആ ആളും തമ്മിൽ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാട്ടിലേക്ക് അനിയത്തിയായിട്ടുള്ള ലൂലയെ തേടി വന്ന ജാക്ക് ഇപ്പോൾ ഗബ്ബറിന്റെ മുന്നിൽ പെട്ടുപോകണം. അവന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. 2 ബുള്ളറ്റ് അവനെ കണ്ടപാട് തന്നെ അവന്റെ ദേഹത്തേക്ക് വെട്ടിവെച്ച് കയറ്റുന്നുണ്ട്. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവൻ അവിടെ വീണ് പോവാണ്. ഇപ്പൊ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഗബ്ബർ ലൂലയുടെ കഴുത്തറുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ അതേ സ്പോട്ടിൽ കേട്ടോ കഴുത്തിൽ കത്തി വെച്ചു അറക്കാൻ നിൽക്കുന്ന അതേ സെക്കൻഡ് തന്നെ അവളുടെ ദേഹത്തേക്ക് 2 ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. നോക്കുമ്പോ ആരാ? ഒരുപാട് അകലെ നിന്നും നമ്മുടെ ജോൺസ് തന്നെ. അറിയാലോ വെടിവെക്കുന്ന കാര്യത്തിൽ അവൻ അത്രയും സ്കില്ലാണ്. ഒരുപാട് ദൂരെ നിന്നും ഗബ്ബറിനെ അവൻ വെടിവെച്ചിടുകയാണ്. അവൾ അപ്പൊ തന്നെ ചാകുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ലൂല ജാക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവനാകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പയ്യെ ഒരുപാട് രക്തം പോയിട്ട് അവളുടെ കയ്യിൽ വെച്ച് തന്നെ ജാക്ക് മരണപ്പെടുകയാണ്. എന്തായാലും ജാക്കിന് ലൂല എന്ന അവന്റെ സഹോദരിയോട് ഭയങ്കര സ്നേഹം തന്നെയല്ലേ. വളരെ അപകടമാണെന്ന് മനസ്സിലായിട്ടും കൂടെ അവളെ തേടി ഇത്രയും ദൂരം വന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജോൺസ് ആണെങ്കിൽ ഗബ്ബറിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം യൂട്ടസിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ യൂട്ടസ് നല്ല പരിക്കുകളോട് കൂടിയിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടക്കുകയാണ്. കാരണം അയാളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആളെ യൂട്ടസ് കൊന്നു കളഞ്ഞു. എന്നിരുന്നാലും യൂട്ടസ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. പതിയെ രക്തം വാർന്ന് അവനും മരിക്കാൻ നിൽക്കുമ്പോൾ ജോൺസ് അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയോട് യാത്ര പറയുന്നുണ്ട്. ഇത്രയും കാലം എന്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരെ, അവസാനമായിട്ട് ഞാൻ നിന്നോട് യാത്ര പറയാന്ന് പറയണം. അങ്ങനെ അവിടെ വെച്ച് ജോൺസ് നോക്കി നിൽക്കെ യൂട്ടസും മരണപ്പെടുകയാണ്. ഇതിനുശേഷം ജോൺസ് നേരെ പോകുന്നത് ലൂലയുടെ അടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത്? ഈ ഗബ്ബറിന്റെ തല തന്നെ അവള് അറുത്തെടുക്കുകയാണ്. എന്നിട്ട് മുറിച്ചെടുത്ത ആ ഒരു തലയുമായിട്ട് ഇപ്പൊ നമ്മുടെ ജോൺസ് അതുപോലെ തന്നെ ലൂല രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നിട്ട് ആ തല കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലമായിട്ട് അവർ $300 ചോദിക്കുകയാണ്. അതായത് ജീവനോടെ കൊണ്ടുവന്നാൽ മാത്രമേ $1000 കിട്ടുള്ളൂ. പക്ഷേ കൊന്ന് അറുത്ത് മുറിച്ചാണ് തല കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് 300 കിട്ടുള്ളൂ. ഇത് കണ്ട സമയത്ത് പോലീസുകാരൻ പറയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് പഴയ നോട്ടീസാണ്, ഇപ്പത്തെ പുതിയ നോട്ടീസ് കണ്ടിട്ടുണ്ടാ? ഇവനെ കൊന്നു കൊണ്ടുവന്നാല് $10,000 ആണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് $10,000 കിട്ടാൻ പോവാണ്. ആ കാശ് അപ്പൊ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജോൺസ് ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. ഇത്രയും വലിയ കാശ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. എന്നാൽ ആ കാശിൽ നിന്ന് ഒരു തരി പോലും എടുക്കാതെ അത് പൂർണ്ണമായിട്ടും ജോൺസ് നമ്മുടെ ലൂലയ്ക്ക് കൊടുക്കുകയാണ്. കാരണം ആരുമില്ലാത്ത പെൺകുട്ടിയാണ്, അവൾക്ക് ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ
ജാക്ക് ഈ ജോൺസിന് വേണ്ടിയിട്ട്, അതായത് ലൂലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വിൽപത്രം കൊടുത്തായിരുന്നല്ലോ ജോൺസ്, അതും തിരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഏക്കർ വരുന്ന അവരുടെ അപ്പൂപ്പന് അവർക്ക് കൊടുത്ത നിലമാണ്, അത് അവൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, അത് അവൾക്ക് തന്നെ ജോൺസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവളെ ഒരു കുതിരവണ്ടിയിൽ കയറ്റി വിട്ട് നമ്മുടെ ജോൺസ് പോകാൻ നിൽക്കുമ്പോൾ ലൂല വിളിക്കുകയാണ്, എനിക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ അറിയുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല, എനിക്കായിട്ട് ആരുമില്ല, ആകെ അറിയുന്നത് ജോൺസേ നിങ്ങളെ മാത്രമാണ്, എന്റെ ജീവൻ രക്ഷിച്ച ആളാണ് നിങ്ങൾ, എന്റെ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ജോൺസിനും അങ്ങനെ പറയത്തക്ക ബന്ധുക്കളോ പരിചയക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂലയുടെ കൂടെ ജോൺസും പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അപ്പൂപ്പൻ ലൂലയ്ക്കായിട്ട് കൊടുത്ത ആ ഭൂമിയിൽ പോയിട്ട് അവരൊരു ചെറിയ വീട് വെക്കുകയാണ്. ആ വീട്ടിൽ സന്തോഷത്തോടു കൂടിയിട്ട് ജോൺസും ലൂലയും ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ഒരു നാടോടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജോൺസിനും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കണം. എന്തായാലും ആ ആഗ്രഹവും സാധിച്ചു. ലൂല ഒരു തുണയില്ലാതെ ഒറ്റയ്ക്കാവില്ലല്ലോ, അവൾക്കൊരു തുണയുമായിട്ടുണ്ട്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.